നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കൈ കാണിച്ചു. തൊട്ടടുത്തപ്പോഴാണ് കൈ കാണിച്ചത്. അതുവരെ ഒന്നും പറഞ്ഞില്ല. തൊട്ടടുത്തപ്പോൾ കൈ കാണിച്ചപ്പോൾ ഞങ്ങൾ ഒതുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇപ്പുറത്തോട് വന്ന് ഓടിക്കുന്ന ആളെ വലിച്ച് തറയിലിടുമായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരും ഞാനും മുന്നോട്ട് മറിഞ്ഞ് വീണു പറഞ്ഞാൽ പുള്ളിക്കാരൻ പോലീസ് വലിച്ചിട്ട് ഉടനെ കറങ്ങി പുള്ളി അടിച്ച് താഴെ വീണു. ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് പുള്ളിനെയാണ് ചെന്ന് നോക്കിയത്. എൻ്റെ കൂട്ടുകാരോട് കിടക്കുകയാണ്. അപ്പോഴും ഞാൻ നേരെ എൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ട് ഞാൻ നേരെ എന്നാൽ പോലീസാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ചേട്ടൻ എണീക്കുന്നു പറഞ്ഞിട്ട് പുള്ളി എണീക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ആ എസ്ഐനെ വിളിച്ചു. എസ്ഐ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടാണ് ശേഷമാണ് പുള്ളി വരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടോട് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. അങ്ങനെ പിന്നെ റോഡിൽ കൂടെ വരുന്ന ചേട്ടൻ ഞാൻ കൈ കൊണ്ട് കാണിച്ച് നിർത്തി. എൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്നോട് പൊക്കി ജീപ്പിലോട്ട് കയറ്റി. ഞാൻ പോലീസോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, സാറേ കൊണ്ടുപോകുന്നവരെ എൻ്റെ കൂട്ടുകാരോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം അവന് മൊത്തം ബ്ലഡ് അടിക്കുവാണ്. എനിക്കപ്പോൾ പേടിയായി പോയി. ഞാൻ അവനോട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടും കൂടെ അവനെ നീ കാണിക്കും, ഞാൻ വേറെ പോകാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ വിട്ട്. ജനങ്ങളുടെ കാവലാളുകൾ, ജനങ്ങളെ സംരക്ഷിക്കാൻ നിരത്തുകളിലുള്ളവർ, അങ്ങനെയാണ് നമ്മൾ കേരള പോലീസിനെയും അതുപോലെ തന്നെ ആഭ്യന്തരത്തെയും പൊതുവെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടവും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ കാക്കുന്നവരാണ് പോലീസ് എന്ന്. പക്ഷേ ഇന്നലെ പുലർച്ചെ 6 മണിക്ക് നമ്മുടെ ആലപ്പുഴ ഭാഗത്ത് ഒരു അപകടമുണ്ടായി. ഒരു മനുഷ്യൻ പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്നലെ പോലീസ് അവരോട് കാണിച്ചിരിക്കുന്നത്. വാഹനാപകടത്തിൽപ്പെട്ടവരെ മൈൻഡ് പോലും ചെയ്യാതെ ആ വഴികളിലൂടെ പോയ പോലീസ് ഒട്ടും ഒരു മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിക്കൊണ്ടാണ് ഇന്നലെ അവിടെ നിന്ന് മാറിപ്പോയത്. അവിടെ അപകടത്തിൽപ്പെട്ട 2 പേരാണ് അനിലും രാഹുലും. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അനിലിൻ്റെ നില വളരെ ഗുരുതരമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ലൂർദ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാഹുൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് പറ്റിയത് ശരിക്കും? നമ്മൾ കൊച്ചിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. പെട്ടെന്നാണ് പോലീസുകാരൻ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, എസ് ഐ ഉണ്ടായിരുന്നു. കോൺസ്റ്റബിൾ റോഡിന് നടുക്കോട്ട് മാറിയിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കൈ കാണിച്ചു. തൊട്ടടുത്തപ്പോഴാണ് കൈ കാണിച്ചത്. അതുവരെ ഒന്നും പറഞ്ഞില്ല. തൊട്ടടുത്തപ്പോൾ കൈ കാണിച്ചപ്പോൾ ഞങ്ങൾ ഒതുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇപ്പുറത്തോട് വന്ന് ഓടിക്കുന്ന ആളെ വലിച്ച് തറയിലിടുമായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരും ഞാനും മുന്നോട്ട് മറിഞ്ഞ് വീണു പറഞ്ഞാൽ പുള്ളിക്കാരൻ പോലീസ് വലിച്ചിട്ട് ഉടനെ കറങ്ങി പുള്ളി അടിച്ച് താഴെ വീണു. ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് പുള്ളിനെയാണ് ചെന്ന് നോക്കിയത്. എൻ്റെ കൂട്ടുകാരോട് കിടക്കുകയാണ്. അപ്പോഴും ഞാൻ നേരെ എൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ട് ഞാൻ നേരെ എന്നാൽ പോലീസാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ചേട്ടൻ എണീക്കുന്നു പറഞ്ഞിട്ട് പുള്ളി എണീക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ ആ എസ്ഐനെ വിളിച്ചു. എസ്ഐ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടാണ് ശേഷമാണ് പുള്ളി വരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടോട് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. അങ്ങനെ പിന്നെ റോഡിൽ കൂടെ വരുന്ന ചേട്ടൻ ഞാൻ കൈ കൊണ്ട് കാണിച്ച് നിർത്തി. എൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്നോട് പൊക്കി ജീപ്പിലോട്ട് കയറ്റി. ഞാൻ പോലീസോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, സാറേ കൊണ്ടുപോകുന്നവരെ എൻ്റെ കൂട്ടുകാരോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം അവന് മൊത്തം ബ്ലഡ് അടിക്കുവാണ്. എനിക്കപ്പോൾ പേടിയായി പോയി. ഞാൻ അവനോട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോളാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടും കൂടെ അവനെ നീ കാണിക്കും, ഞാൻ വേറെ പോകാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ വിട്ട്. പോലീസ് ഇറങ്ങി നോക്കിയൊന്നുമില്ല, എന്താ പറ്റിയെന്നുള്ള കാര്യമൊന്നും നോക്കില്ല. പുള്ളി ഒന്നും നോക്കില്ല. പുള്ളി നേരെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റി വെച്ചപ്പോഴത്തേക്കും തന്നെ പുള്ളിനെ കൊണ്ട് പുള്ളി പോകുമായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ കൂടെ 2 ഏട്ടന്മാരുണ്ടായിരുന്നു. അവിടെ പുറകെ 2 ഏട്ടന്മാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ കാര്യം ചോദിച്ചെന്താണ്, ഞാൻ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതാണ് ചോദിക്കുന്നത്, അതായത് പോലീസ് എന്താണ് അങ്ങനെ കാണിച്ചത്, അവിടെ ബ്ലഡ് കുളിച്ചോർത്തും കിടക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ആരെങ്കിലും ഉണ്ടെന്ന് ബെൽറ്റ് എടുത്ത് ഞാൻ മേത്ത് കെട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഇന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ ചെട്ടിയാടെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ വണ്ടി ഓടിക്കുന്നതായിരുന്നു, നീ എന്തെങ്കിലും സംസാരിച്ചിട്ട് വേണം വണ്ടി എൻ്റെ കൂടെ ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തെങ്കിലും പറ്റിപ്പോൾ കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ അത് മാത്രം ബ്ലഡ് മൊത്തം ഉണ്ട്, നമുക്ക് പേടിയേ പോകും. അങ്ങനെ സംസാരിച്ചാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ എങ്ങനെ കൊണ്ടുപോയത്? കെട്ടിപ്പിടിച്ചിട്ട് ആ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് അതിനാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഡോക്ടർ വെച്ച് ഇത് എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ അവളെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ എവിടെ വെച്ചാൽ സംഭവം ഉണ്ടായി ചോദിച്ചു. നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ചാൽ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. പോലീസുകാരുണ്ടായിരുന്നു, പോലീസുകാർ വേറെ പോലീസുകാരെ കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോലും കയറ്റിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ആകെന്ന് പറഞ്ഞു, സാറേ ഞങ്ങളോട് കയറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ വണ്ടി ആ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയിലാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് പോകുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമ്മതിക്കണം, നീ അവനെ കൊണ്ടുപോകാം. കാരണം ചോരയായിട്ട് വരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ കൊണ്ടുകൊണ്ടൊരു മര്യാദ ഉണ്ടായിരുന്നു. ഞാൻ ആ മര്യാദ കാണിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് മര്യാദ കാണിക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ കാണിച്ചിട്ടത് അത് മോശമായി പോയി. അപ്പോൾ സുഹൃത്തിൻ്റെ നില എങ്ങനെയാണ്? അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ മൂക്കിൻ്റെ പാലം ശരിക്കും അവിടെ ശരിക്കും പോയിട്ടുണ്ട്. അവിടെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് വെള്ളവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നാലും കണ്ണ് പോലും ജസ്റ്റ് തുറക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കണ്ണ് ചെറുതായിട്ട് തുറക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ സ്റ്റിച്ചിങ് കളറെല്ലാം ഉണ്ട്, വായിക്കാത്ത സ്റ്റിച്ച് ഉണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഇവർ പറഞ്ഞത് അവനത്ര വലിയ പരിക്കളൊന്നും ഇല്ലെന്ന് പറയുന്നത്. ഇന്നലെ അടുത്തവർ വന്നെല്ലാം കൂടെ വന്ന് നോക്കിയിട്ട് അവർ വന്നിട്ട് പറഞ്ഞ് അങ്ങനെ വലിയ പരിക്കളൊന്നും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പം മറ്റേ പോലീസുകാരാണ് പരിക്കൊണ്ട് പുള്ളിക്കാരൻ മിണ്ടാതെ കിടക്കുമായിരുന്നു. മരിച്ചു പോയില്ലോ എന്നൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞവിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തും ആയിക്കോട്ടെ, ചോരയെ കുളിച്ചേക്കുന്ന ഒരാളെ കൂടെ കൊണ്ടുപോകുന്നതിൽ നമുക്ക് തെറ്റെന്തുണ്ട്? രണ്ടും കൂടെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇതാ അവനവിടെ ഇട്ടിട്ട് മറ്റേ പുള്ളിനെ കൊണ്ടാണ് പോകുന്നത്. ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം പോലീസുകാർ വിളിക്കുമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എന്നെ വിളിച്ചൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നേരിട്ട് വരുവാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ കൗൺസിൽ ചേച്ചിയുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാനും നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ച്. പിന്നെ ഇവൻ്റെ അമ്മ നിൽപ്പുണ്ടായിരുന്നു.
അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവനങ്ങനെ വലിയതായിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ പോയി അവനെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം അവർ ഭീഷണിപ്പെടുത്തും അങ്ങനെ എന്തെങ്കിലും? അവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ വന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരോടും സംസാരിച്ച് സാധാരണ സംസാരിക്കുന്ന പോലെ എല്ലാം സംസാരിച്ച് തിരിച്ച് ഞങ്ങളും സംസാരിച്ച് നേരെ അവനെ പോയി കണ്ടു. അവർ പറയുന്നത് അവന് അത്ര പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ നേരിട്ട് പോയി കണ്ട്. ഞാൻ പറഞ്ഞ സാറൊന്നും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണം പോയി കാണുന്നത്. കണ്ട് നേരെ വന്നപ്പോഴത്തേക്കും അവന് സത്യം നല്ല ഇതുണ്ടായിരുന്നു പരിക്ക്. എന്നിട്ട് ആളെ കൊണ്ടുവരുമ്പോൾ തന്നെ കുറേ സ്കാനിങ് കുറേ കാര്യങ്ങളും ചെയ്തു. പല്ലിന് വരെ ഇളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ല വീഴ്ച വേണ്ടുള്ളത്. ഒട്ടും മനുഷ്യത്വമില്ലാതെ ഇപ്പോൾ പോലീസ് പെരുമാറി. അവർക്ക് ഞങ്ങൾ കയറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്താ നീ അവനെ കൊണ്ട് പോകാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ എന്തും ആയിക്കോട്ടെ, മദ്യം അടിക്കുക ചെയ്യുകയാണെങ്കിലും അവർക്ക് വലിച്ചിടേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കൈ കാണിച്ചിട്ട് നമ്മൾ നിർത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോ എടുക്കുക പെറ്റടിച്ച് തരിക, അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിക്കാരൻ നേരെ വന്നിട്ട് പുള്ളി നടുക്കോട്ട് വന്നിട്ട് എന്നാൽ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി നേരെ വന്ന് നടുക്കോട്ട് വന്ന് നിന്ന് വണ്ടി നിർത്തേണ്ട ആവശ്യപ്പെട്ട് ഞങ്ങൾ നേരെ വന്ന് വണ്ടി കൊണ്ടുവന്ന് ഒതുക്കുന്ന നേരത്ത് പുള്ളിക്കാരൻ കൈ കയറി പിടിച്ച് വലിച്ചിട്ട്. പക്ഷേ പുള്ളി പറയുന്നത് പുള്ളിനെ നേരിട്ടൊന്ന് ഇടിക്കുമെന്നാണ് പറഞ്ഞത്. പുള്ളിനെ വന്ന് നേരിട്ടൊന്ന് ഇടിക്കുമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രണ്ടിലോ ഇല്ലെങ്കിൽ ഈ സൈഡിലോ ഇപ്പുറ സൈഡിലോ ഒന്ന് വീഴണം. ഇത് പുള്ളിക്ക് കറങ്ങി നേരെ അവിടെയാണ് വന്ന് വീഴുന്നത്. ആ പുറകിലാണ് പുള്ളി വന്ന് വീഴുന്നത്. ഞാനാണ് പുള്ളിനെ പോയി എടുക്കുന്നത് ഫസ്റ്റ് ലെവലിൽ തന്നെ. കാരണം എനിക്ക് നിസ്സാര പരിക്കുകളോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓടിപ്പോയി പോലീസിനെ പോയി എടുക്കുക. അപ്പം എൻ്റെ കൂട്ടിനോട് കിടപ്പുണ്ട്. ഞാൻ നേരിട്ട് ഇടിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടിനെ എടുത്തുകൊണ്ട് വിട്ടാൽ മതി വണ്ടിയിൽ. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ നേരെ വന്ന് എൻ്റെ പോലീസുകാരനെ വന്ന് വിളിച്ച് എന്നിട്ടാണ് ഞാൻ ആ സാറ് എന്നിട്ടാണ് വിളിച്ചത്. ഞാൻ വിളിച്ചപ്പോഴാണ് പുള്ളി വന്നത്. ഞാൻ പറഞ്ഞ സാറേ ഇപ്പോൾ ഞാൻ പൊക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഓടി വന്നത്. അതായത് ലാസ്റ്റ് ഞാൻ പോയി റോഡിൽ പോയി നിന്ന് ഒരു ചേട്ടൻ വണ്ടി വന്ന് ആ ചേട്ടനെ കൈ കാഴ്ച നിർത്തി അങ്ങനെയും കൂടെ വന്ന് പൊക്കിയാണ് വണ്ടിയിലോട്ട് കയറ്റുന്നത്. ഉന്നത പോലീസ് അധികാരികൾ ആരെങ്കിലും പിന്നീട് വിളിക്കുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് എൻ്റെ അച്ഛനും അമ്മയിലായിട്ട് പരാതി SP കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ പിന്നെ ഓരോരുത്തർക്ക് എല്ലാവരും മെയിൽ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞ് അത് മുഖ്യമന്ത്രിക്കാരും പിന്നെ DSPക്കാരും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഇതായിട്ട് തന്നെ വന്ന് സംസാരിച്ചത്. അപ്പുറത്ത് കൗൺസിൽ ചേച്ചിയുണ്ട്, അവരൊക്കെ വന്നിട്ട് സംസാരിച്ചായിരുന്നു. കാരണം ഇത് കാണിച്ചത് മോശമായി പോയി. അതാണ് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. കാരണം നമുക്ക് ഇവിടെ പരിചയമുള്ള സ്ഥലമാണത്. അപ്പോൾ അവർക്കിപ്പോൾ ഒരാളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സഹപ്രവർത്തനം മാത്രം കൊണ്ടിട്ട് കാര്യമില്ല. ആ കിടക്കുന്ന അവനോട് കൊണ്ടുകൊണ്ടൊരു മര്യാദ കാണിക്കേണ്ട ഒരു ഇത് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണിച്ചില്ല. ഉന്നത പോലീസ് അധികാരികൾക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. മാത്രമല്ല എങ്ങനെ പോയാലും ഒരു മനുഷ്യത്വരഹിതമായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഇവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.